നമസ്കാരം. പലതരത്തിലുള്ള സംഖ്യകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി എണ്ണൽ സംഖ്യകൾ 1, 2, 3 തുടങ്ങി എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യകൾ 1, 3, 5 തുടങ്ങിയവയാണ് ഒറ്റ സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ 2, 4, 6 മുതലായവയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. നെഗറ്റീവ് സംഖ്യകൾ എന്ന് ഉദ്ദേശിക്കുന്നത് -1, -2, -3 തുടങ്ങിയ സംഖ്യകളെയാണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3 മുതലായവയാണ് പോസിറ്റീവ് സംഖ്യകൾ. ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് അംശവും ഛേദവും ഉൾപ്പെടുന്നതാണ് ഭിന്നസംഖ്യകൾ. ഉദാഹരണം 1/2, 2/3 മുതലായവ. അടുത്തത് അഖണ്ഡ സംഖ്യകൾ. 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. 0 ഉൾപ്പെടെയുള്ള എണ്ണൽ സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. ഭാജ്യസംഖ്യകൾ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ. ഉദാഹരണമാണ് 4, 6, 8 മുതലായവ. അഭാജ്യസംഖ്യകൾ 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യസംഖ്യകൾ. 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യസംഖ്യകൾ. അടുത്ത തരം സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 4. 4ന്റെ ഘടകങ്ങളാണ് 1, 2, 4. 1 കൊണ്ടും 4നെ ഹരിക്കാം, 2 കൊണ്ട് 4നെ ഹരിക്കാം, 4 കൊണ്ട് 4നെ ഹരിക്കാം. ഘടകങ്ങളാണ് 4ന്റെ. അടുത്തത് 6. 6 എന്ന് പറയുമ്പോൾ 1 കൊണ്ടും 1 ഘടകമാണ്, 2 ഘടകമാണ്, 3 ഘടകമാണ്, അവസാനം 6 ഘടകമാണ്. അപ്പൊ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 1ഉം അതേ സംഖ്യയാണ് ഘടകം എന്നുണ്ടെങ്കിൽ അഭാജ്യസംഖ്യയാണ്. 1ഉം അതേ സംഖ്യയും ഘടകമായി വന്നിരുന്നെങ്കിൽ അഭാജ്യസംഖ്യയാണ്. പക്ഷെ ഈ കേസിൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള കാരണം ഇത് ഭാജ്യസംഖ്യ എന്ന് പറയും. അപ്പൊ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. മറ്റുദാഹരണങ്ങൾ 8, 12 അങ്ങനെ പോകും. ഓക്കെ. അഭാജ്യസംഖ്യകൾ 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യസംഖ്യകൾ. 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യകൾ ഉണ്ടെന്ന് നോക്കാം. 2, 3, 5, 7. 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളുണ്ട്. 4 അഭാജ്യസംഖ്യകൾ. 10 മുതൽ 20 വരെ 11, 13, 17, 19. 4 അഭാജ്യസംഖ്യകൾ. 20 മുതൽ 30 വരെ 23, 29. 2 അഭാജ്യസംഖ്യകൾ. 30 മുതൽ 40 വരെ 31, 37. 2 അഭാജ്യസംഖ്യകൾ. 40 മുതൽ 50 വരെ 41, 43, 47. 3 അഭാജ്യസംഖ്യകൾ. 50 മുതൽ 60 വരെ 53, 59. 2 അഭാജ്യസംഖ്യകൾ. 60 മുതൽ 70 വരെ 61, 67. 2 അഭാജ്യസംഖ്യകൾ. 70 മുതൽ 80 വരെ 71, 73, 79. 3 അഭാജ്യസംഖ്യകൾ. 80 മുതൽ 90 വരെ ഉള്ള അഭാജ്യസംഖ്യകൾ 83, 89. 2 അഭാജ്യസംഖ്യകൾ. 90 മുതൽ 100 വരെ ഒരു അഭാജ്യസംഖ്യയുള്ളൂ, 97, 1. അപ്പൊ 1 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പറയാ? 4, 8, 10, 12,
13 അഭാജ്യ സംഖ്യ ഉണ്ട്. 50 മുതൽ 100 വരെ എത്ര എണ്ണം എന്ന് വെച്ചാൽ 2, 4, 4, 3, 7, 8, 9, 10 അഭാജ്യ സംഖ്യകൾ. അപ്പൊ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ആകെ എണ്ണം 23. ഇതാണ് അഭാജ്യ സംഖ്യകൾ. ഒന്നും അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യ സംഖ്യകൾ. ഒന്നും അതേ സംഖ്യയും ഘടകങ്ങളായി വരുന്നവയാണ് അഭാജ്യ സംഖ്യകൾ. ഓക്കെ.